ഹലോ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ക്യൂബ് എങ്ങനെ ഒരു 15 സെക്കൻഡിൽ സോൾവ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഇതൊരു സീരീസ് പോലെ ചെയ്യുന്നൊരു വീഡിയോസാണ്. ആദ്യം നമ്മൾ ബിഗിനേഴ്സ് മെത്തേഡിൽ തന്നെ എങ്ങനെ ഫാസ്റ്റായിട്ട് സോൾവ് ചെയ്യാമെന്ന് നോക്കി, പിന്നെ എങ്ങനെ സ്പീഡ് ക്യൂബർ ആവാമെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ 30 സെക്കൻഡിൽ സോൾവ് ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ 20 സെക്കൻഡ്സ്, അങ്ങനെ ഓരോരോ ലെവൽ ബൈ ലെവലായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ, അതായത് നിങ്ങൾ കുറച്ചുകൂടി ബിഗിനിങ് സ്റ്റേജിലാണെങ്കിൽ ആ വീഡിയോസൊക്കെ കാണുക. അതിൻ്റെ ബാക്കിയാണ്, ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് കയറി നോക്കുക. ഇതൊരു കംപ്ലീറ്റ് മലയാളം ക്യൂബിംഗ് ചാനലാണ്. റൂബിക്സ് ക്യൂബിൻ്റെ ബേസിക്സ് തൊട്ട് അഡ്വാൻസ് വരെയുള്ള ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. കണ്ടിഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പരിചയത്തിൽ ക്യൂബിംഗ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ക്രോസ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ ഇൻസ്പെക്ഷൻ ടൈം എടുക്കുന്നത് അൺലിമിറ്റഡ് എടുക്കണം. കാരണം ചിലർക്കൊരു ടെൻഡൻസി ഉണ്ട്, എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ ടൈമർ വെച്ച് സോൾവ് ചെയ്യുന്ന സമയത്ത് സ്ക്രാമ്പിൾ ചെയ്ത് അപ്പം തന്നെ സോൾവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ടെൻഡൻസി ഉണ്ട്. അത് നമ്മൾ മാറ്റണം. കാരണം നമ്മൾ ആദ്യം ഇൻസ്പെക്ഷൻ ടൈം അൺലിമിറ്റഡ് എടുക്കുക. കോമ്പറ്റീഷനൊക്കെ ആണെങ്കിൽ 15 സെക്കൻഡ് ലിമിറ്റഡ് ആണ്. സോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇൻസ്പെക്ഷൻ ടൈം കൂടുതൽ എടുക്കുക. എന്നിട്ട് ഓരോ മൂവ്മെൻറ്റ്സും അനലൈസ് ചെയ്യാം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് ടിപ്പ് നോക്കാം. ക്രോസ് ചെയ്യുന്ന സമയത്ത് ഏത് ഫേസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ഫിംഗർ ട്രിക്സും. ക്രോസ് നമുക്ക് ഓരോ മൂവ്മെൻറ്റ്സ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 8 മൂവ്സിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സോൾവ് ചെയ്യാൻ അറിയുണ്ടാവും. പക്ഷേ കുറവ് എഫേർട്ടിലൂടെ, അതായത് ഈസി ആയിട്ടുള്ള ഫിംഗർ ട്രിക്സിലൂടെ സോൾവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഈ ഒരു ക്രോസ് നോക്കാം. ഇവിടെ ഗ്രീന് അതിൻ്റെ ഓപ്പോസിറ്റിൽ വന്നിട്ടുണ്ട്, പിന്നെ ബ്ലൂവും വന്നിട്ടുണ്ട്, റെഡും ഓറഞ്ചും ഇവിടെയുണ്ട്. സോ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബ്ലൂവിൽ ഗ്രീൻ വന്ന സ്ഥിതിക്ക് ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റെഡിൽ നമുക്ക് ഓറഞ്ചിനെ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ഇതിനെ മൂവ് ചെയ്ത് വെച്ച ശേഷം ഇതിനെ രണ്ടിനെയും ഇൻസേർട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ ഏത് ഫേസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടു, ഇപ്പോൾ എഫ് മൂവ്സും അങ്ങനെ കുറേ ഫിംഗേഴ്സ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് തിരിച്ചു പിടിക്കുക. സോ ഇതിനെ ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ മൂവ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക, ഫിംഗേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സ്. ഇവിടെ എഫ് മൂവ് ചെയ്യാൻ ആദ്യം എനിക്ക് മറ്റേ കൈ യൂസ് ചെയ്യേണ്ടി വന്നു. സോ അതുമല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. അത് നമുക്കിപ്പോൾ കാണിക്കാം. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഈ റെഡിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി എഫ് പ്രൈം ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ ഈ ഫിംഗർ ഇങ്ങനെ വയ്ക്കണം. ഈ ഒരു ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആദ്യം തന്നെ കൈ വെക്കണം. സോ നമുക്കിവിടെ മൂവ്മെൻറ്റ്സ് ചെയ്യാം. അപ്പോൾ ആദ്യം എഫേർട്ട് ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് റീഗ്രിപ്സ് ചെയ്യേണ്ടി വരും. റീഗ്രിപ്സ് എന്താണെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് നോക്കാം. കാരണം കൈ മൂവ് ചെയ്യേണ്ട ആവശ്യം വരില്ല, ഒരേ പൊസിഷനിൽ തന്നെ മൂവ്മെൻറ്റ്സ് ചെയ്യാം. ഇല്ലെങ്കിൽ ഓരോ മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ കൈ എടുത്ത് മാറ്റി മാറ്റി വെക്കേണ്ടി വരും. അതും നമ്മുടെ ടൈം ഭയങ്കര കൺസ്യൂം ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. സോ അങ്ങനെ ഏത് സ്റ്റെപ്സിലാണോ, ഏത് വഴിയിലൂടെ ചെയ്യുമ്പോഴാണോ നിങ്ങളുടെ ഫിംഗേഴ്സ് അധികം എഫേർട്ട് ഇല്ലാതെ കുറവ് മൂവ്സിൽ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്യാൻ ശീലിക്കണം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ കേസിലായിട്ടും. ഇനി എടുത്ത് നോക്കാൻ പോകുന്നത് ക്രോസ് ടു F12 ട്രാൻസിഷനെ പറ്റിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് ക്രോസ് ചെയ്യുന്ന സമയം തന്നെ നമ്മൾ ആദ്യത്തെ F12 പെയർ എവിടെ വരുമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കും. അതിനാണ് ക്രോസ് ടു F12 ട്രാൻസിഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്കറിയാം, ആദ്യം നമ്മൾ ക്രോസ് ചെയ്തു. നമുക്ക് ചെയ്ത് കാണിക്കാം. ക്രോസ് ചെയ്ത ശേഷം F12 പെയർ എവിടെയാണെന്ന് ആദ്യം നമ്മൾ നോക്കേണ്ടി വരും, ക്രോസ് ചെയ്ത ശേഷം. അപ്പോൾ അതിനും കുറേ ടൈം എടുക്കും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ക്രോസ് ചെയ്യുന്നതിനോടൊപ്പമല്ല, ക്രോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ, അതായത് ഇൻസ്പെക്ഷൻ ടൈമിൽ തന്നെ നോക്കി വെക്കണം. നമുക്കറിയാലോ, ഓരോ 8 മൂവ്സിൽ ക്രോസ് ചെയ്യാൻ നമുക്കറിയാം. അപ്പോൾ ഏതൊക്കെ പീസസാണ് മൂവ് ചെയ്യാൻ നോക്കുക, അതിനനുസരിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു F12 പെയർ നോക്കി വെക്കണം ആദ്യം തന്നെ. അതിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങോട്ടൊക്കെയാണെന്ന് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ F12 പെയർ, നമ്മൾ ഉദ്ദേശിച്ച് ചെയ്യാൻ പോകുന്ന F12 പെയർ എവിടെ വന്നിട്ടുണ്ടാവും നോക്കും. അപ്പോൾ നമ്മൾ ചെയ്ത ഉടനെ തന്നെ, അതായത് ക്രോസ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ആ F12 പെയറിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. പിന്നെയും അതിന് ആദ്യം മൂവ്സിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം ക്രോസ് ടു F12 എന്താണെന്ന്. ചെറിയൊരു എക്സാമ്പിളാണ്, കാരണം കൂടുതൽ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ എക്സാമ്പിൾസും കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കിവിടെ ക്രോസ് നോക്കാം.
ഗ്രീൻ ഇവിടെ കറക്റ്റ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്യാം. പിന്നെ ഇവിടെ 3 പീസസും ഈ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്, ഈ 3 വൈറ്റ് എഡ്ജസും. സോ നമ്മൾ ഓറഞ്ച് ആൾറെഡി വന്നിട്ടുണ്ട്. പിന്നെ റെഡിനെ ഇൻസേർട്ട് ചെയ്യാം ആദ്യം തന്നെ, എന്നിട്ട് അതിനെ ഇങ്ങോട്ട് കൊണ്ട് വന്ന് വെക്കാം. ദെൻ ബ്ലൂവിനെയും ഓറഞ്ചിനെയും ഇൻസേർട്ട് ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് ഗ്രീനിനെ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് F12 പെയർ ഏതെങ്കിലും ഒന്ന് ഡിസൈഡ് ചെയ്യാം. ഇവിടെ ഒരു പെയർ നമുക്ക് ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ അധികം കേസിലും ഇങ്ങനെ ഒരുമിച്ചാവില്ല, സ്പ്ലിറ്റഡ് ആയിട്ടുള്ള കേസ് ആയിരിക്കും. ഇത് ചെറിയൊരു എക്സാമ്പിൾ മാത്രം. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതെവിടെ വരുന്നത് ക്രോസ് ചെയ്ത ശേഷം. സോ ഇതിനെ ഇവിടെ ഇൻസേർട്ട് ചെയ്തു. ദെൻ കറക്റ്റ് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇതിനൊരു ചേഞ്ചസും വരുന്നില്ല, ഇത് ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ബ്ലൂവിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ബി പ്രൈം ചെയ്യണം, അപ്പോഴും ഇതിനൊരു മൂവ്മെൻറ്റ്സും വരുന്നില്ല. പിന്നെ ലാസ്റ്റ് ഓറഞ്ചിനെ ഇൻസേർട്ട് ചെയ്യുമ്പോഴും ഇതിനൊരു ചേഞ്ച് വരുന്നില്ല. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഗ്രീനിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ കോർണർ പീസ് ഇവിടെയും അതിൻ്റെ എഡ്ജ് പീസ് ഇവിടെ തന്നെയും വരും, ഇതുപോലെ. അപ്പോൾ ഈ ഒരു F12 കേസ് വന്ന് നമുക്ക് ചെയ്യാൻ അറിയാലോ. ആ ഒരു ആർ പ്രൈം യു പ്രൈമിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് വേർഷൻ 2 തവണ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ തന്നെ വരും നമുക്കറിയാം, ഈ ഒരു F12 കേസായിട്ട് ഇവിടെയും ഇവിടെയായിട്ട്. അപ്പോൾ നമ്മൾ ക്രോസ് വേഗം ചെയ്യുക, എന്നിട്ട് ഡയറക്റ്റ്ലി നമുക്കത് ചെയ്യാമല്ലോ. കാരണം പിന്നെ ആദ്യം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ക്രോസ് ടു F12 പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിലോ ആദ്യം നമ്മൾ ക്രോസ് ചെയ്ത ശേഷമായിരിക്കും F12 പെയർ എവിടെയാണ് നോക്കുക. അപ്പോൾ എങ്ങനെ ഒരു ഇടയിലൊരു 1 സെക്കൻഡ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് ഒരു ബ്രേക്ക് എടുക്കാതെ തന്നെ ഫസ്റ്റ് F12 പെയർ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് കുറച്ച് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഇത്രയുള്ള ക്രോസ് ടു F12 ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് F12 കുറച്ച് ടിപ്സാണ്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ബിഗിനിങ് സ്റ്റേജിൽ നിന്ന് അഡ്വാൻസിലോട്ട് വരുന്ന സമയത്ത് ഓരോരോ F12 പെയർസ് എങ്ങനെ ഈസി ആയിട്ട് പുറത്തെടുക്കാം, അതൊക്കെ നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ്. അത് ബെസ്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു കോർണർ പീസ് ഇവിടെയുണ്ട്, ഇതിൻ്റെ എഡ്ജ് പീസ് ഇവിടെയും. ഒരു നോർമൽ വേയിൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പുറത്തെടുക്കുന്നു, സോൾവ് ചെയ്യുന്നു, ഇത്രയും മൂവ്സ് ആവശ്യമാണ്. പക്ഷേ അതിന് കുറച്ചും ഈസി ആയിട്ടുള്ളൊരു വേ എന്ന് പറഞ്ഞാൽ ഇത്രേ ആവശ്യമുള്ളൂ. ഇത്രയും മൂവ്സ് ചെയ്യാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് അതിനെ പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുന്ന ഓരോരോ മൂവ്മെൻറ്റ്സും ജസ്റ്റ് ടൈം സോൾവ് ചെയ്യരുത്. ടൈം ഇല്ലാത്ത നമ്മൾ സ്ലോ സോൾവ് ചെയ്യുക. അതിൽ ഓരോരോ പീസസ് നമ്മൾ നോക്കുക. നമ്മൾ ചെയ്യുന്ന F12 അതിൻ്റെ ഒരു അൽഗോരിതം ഏറ്റവും ബെസ്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ചെയ്ത ആ ഒരു അൽഗോരിതം തന്നെ റിപ്പീറ്റ് ചെയ്യും. ബട്ട് അത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള വേ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് F12 അൽഗോരിതംസിനെ പറ്റിയിട്ടൊക്കെ. അതിൽ ഒരുവിധം ബെറ്റർ ആയിട്ടുള്ളൊരു അൽഗോരിതംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ബെസ്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവുമായിരിക്കാം. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫിംഗർ ട്രിക്സ് നിങ്ങൾക്ക് ഏറ്റവും പറ്റുന്ന രീതിയിലൊക്കെ അൽഗോരിതംസ് വേറെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നോക്കാവുന്നതാണ്. അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഓരോരോ കേസ് വന്നാൽ അതിൻ്റെ അൽഗോരിതം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ഷോർട്ടസ്റ്റ് മൂവിൽ നല്ല ഫിംഗർ ട്രിക്സോട് കൂടി തന്നെ സോൾവ് ചെയ്യാൻ പറ്റും F12. പിന്നെ ബാക്കി F12 കുറേ കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ലൈക്ക് ബാക്കിലോട്ട് ഇൻസെർട്ട് ചെയ്യുക, അത് നിങ്ങൾ പഠിക്കണം. ഇനി അടുത്ത് ഡിവൈഡ് മൂവ്സ്. ക്യൂബ് റൊട്ടേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്ററാണ് ഡിവൈഡ് മൂവ്സ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഓറഞ്ച് ബ്ലൂ പെയർ. ക്യൂബ് റൊട്ടേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് പീസസ് സോൾവ് ചെയ്യാൻ പറ്റും. ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ് F12 സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ ഈ ഡിവൈഡ് മൂവ്സിൻ്റെയും ബാക്ക് സ്ലോട്ട് ഇൻസേർട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ പീസ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ F12 ലുക്ക് ഹെഡിനെ പറ്റി സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു 20 സെക്കൻഡിൽ സോൾവ് ചെയ്യാം എന്നുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ലുക്ക് ഹെഡിൻ്റെ കാര്യങ്ങൾ. അത് ആദ്യം റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് F12 ഒന്നുകൂടി ബെറ്റർ ആക്കാൻ പറ്റും. ഇനി പറയാൻ പോകുന്നത് റീഗ്രിപ്സിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ ഓരോരോ മൂവ്സ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് അൽഗോരിതംസ് ചെയ്യുന്ന സമയത്ത് കൈകൾ ഇങ്ങനെ മാറ്റി പിടിക്കില്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു OLL കേസിൻ്റെ അൽഗോരിതം ചെയ്യാം നോർമൽ വേയിൽ. അതൊരു വളരെ ബിഗിനിങ് സ്റ്റേജിൽ ചെയ്യുകയാണെങ്കിൽ കൈ മാറ്റി പിടിച്ചു, ദെൻ എഗൈൻ കൈ മാറ്റി,
അങ്ങനെ ഓരോരോ മൂവ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ മാറ്റി മാറ്റി പിടിക്കും. അപ്പോൾ നമുക്കറിയാം കുറേ ടൈം വേസ്റ്റേജ് ആണ്. ഇനി റീഗ്രിപ്സേ ഇല്ലാതെ ചെയ്യുകയാണെങ്കിലോ, ഒരേ കയ്യിൽ പിടിച്ചിട്ട് തന്നെ ബാക്കി ഫിംഗേഴ്സ് മാത്രം മൂവ് ചെയ്തിട്ട് ആൽഗോരിതംസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും നമ്മൾ ടൈം സേവ് ചെയ്യാൻ പറ്റും. റീഗ്രിപ്സിൻ്റെ കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു അൽഗോരിതമാണ് ഇത്. ഈ ഒരു PLL കേസിൽ നമുക്ക് നോക്കാം. നോർമൽ വേയിൽ ചെയ്യുകയാണെങ്കിൽ ഇതിന് കൈമാറ്റി ഓരോരോ സെറ്റ് ഓഫ് മൂവ്സ് ചെയ്യുമ്പോൾ നമ്മൾ കൈ മാറ്റി മാറ്റി പിടിക്കേണ്ട ആവശ്യമുണ്ടാവും. ഇനി റീഗ്രിപ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്ത് നോക്കാം. റീഗ്രിപ്സ് ഒന്നും ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ ഒരു ഫിംഗർ ട്രിക്സ് ഉണ്ടോ. ഈ തമ്പ് കൊണ്ടാണ് മൂവ് ചെയ്തത്. ദെൻ F മൂവ്സും തമ്പ് കൊണ്ടാണ് ചെയ്യുന്നത്. U മൂവ്സും F മൂവ്സും ഒക്കെ ഈ തമ്പ് കൊണ്ട് ചെയ്യുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ U മൂവ്സ് 2 കൈ കൊണ്ടും ദെൻ D, ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഗ്രിപ്സ് ഇല്ലാതെ തന്നെ ഓരോരോ മൂവ്സ് ചെയ്യാൻ പറ്റും. ടീപ്പം ചെയ്യുന്ന സമയത്തൊന്നും തന്നെ റീഗ്രിപ്സ് ഇല്ലാതെ നമുക്ക് ചെയ്ത് നോക്കാം. ഈ തമ്പ് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ. എല്ലാ അൽഗോരിതംസും നമുക്ക് റീഗ്രിപ്സ് ഇല്ലാതെ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലതൊക്കെ വരും, ബട്ട് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാം. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ പ്രോപ്പറായിട്ട് ഫിംഗർ ട്രിക്സ് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇനി ലാസ്റ്റ് ലെയറിലെ കുറച്ച് ടിപ്സാണ്. ഇവിടെ നമ്മൾ OLL-ലും PLL-ലും ചെയ്യുന്ന സമയത്ത് സ്പീഡ് വേണം. ഓഫ് കോഴ്സ് സ്പീഡ് എന്തായാലും വേണം. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓരോരോ അൽഗോരിതംസും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കാം കൂടുതൽ സ്പീഡിന് വേണ്ടിയിട്ട്. അതിന് സെപ്പറേറ്റ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് സ്പീഡിൽ എങ്ങനെ ചെയ്യാം, അത് പ്രാക്ടീസ് ചെയ്യാം. അൽഗോരിതംസ് റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കാം. ഓരോ അൽഗോരിതംസ് എത്ര ടൈം എടുത്ത് നമ്മൾ ചെയ്യുന്നത് അതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് നോക്കാൻ പറ്റും. സോ സ്പീഡിൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ പറയാൻ പോകുന്നത് സ്റ്റേബിൾ ആയിരിക്കണം ക്യൂബ്. പ്രത്യേകിച്ച് OLL-ൻ്റെ കാര്യം. PLL ആയാലും വേണം, സ്റ്റെബിലിറ്റി വേണം. OLL നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ലാസ്റ്റ് ടൈം ആകുമ്പോൾ നമ്മൾ ക്യൂബ് പ്രോപ്പറായി സ്റ്റേബിൾ അല്ലെങ്കിൽ നമുക്ക് PLL ഏതാണെന്ന് ലുക്ക് ചെയ്യാൻ പറ്റില്ല. ലുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ലാസ്റ്റ് ലെയറിൽ ബുദ്ധിമുട്ടാണ്, പക്ഷേ നമുക്ക് നോട്ടീസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ക്യൂബ് ഭയങ്കര സ്റ്റേബിളായിട്ട് പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് PLL കേസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ ക്യൂബ് ഭയങ്കര റഫായിട്ട് ടേൺ ചെയ്യുകയാണ്, അതുപോലെ തന്നെ ക്യൂബ് അല്ലാതെ മൂവ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു പീസസ് ഐഡൻറ്റിഫൈ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. പിന്നെ ആദ്യം ക്യൂബ് ഒന്ന് സ്റ്റേബിളായിട്ട് നിർത്തിയിട്ട് വേണ്ടി നോക്കേണ്ടി വരും. സോ ഒന്ന് സ്മൂത്തായിട്ട് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആ റിസൾട്ട് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് മുന്നുള്ള വീഡിയോസിൽ കുറച്ചും കൂടി മുന്നത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കൂടി ഒന്ന് കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളിതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യുക. കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.